ഭയങ്കര പരാതിയായിരുന്നു. രാവിലെ കാപ്പി കുടിക്കാൻ നേരത്ത് വിളിച്ചിരുന്നു. സാധാരണ അങ്ങനെ ഒരു പതിവില്ല കേട്ടാ. അടുത്ത ദിവസം ജന്മനാൾ ദിവസമാണ്. ഇത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച ഒരാളാണ്. എന്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്റെ ജന്മനാളാണ് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞു. അത് ഞാൻ അങ്ങനെ നോക്കാറില്ല. അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, ജന്മനക്ഷത്രം വരുന്ന ദിവസമാണ് ഞാൻ കൂടുതലും നോക്കാറ് കേട്ടോ. അങ്ങനെ എന്റെ ജന്മനാളാണ്. എന്റെ വയസ്സ് ഇന്ന് പറഞ്ഞുകൂടാന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇന്ന് സാധാരണ നമ്മളെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസമുണ്ട് ജന്മനാൾ ദിവസം അല്ലെങ്കിൽ ബർത്ത്ഡേ ദിവസം വയസ്സ് പറഞ്ഞുകൂടാന്ന്. അതുകൊണ്ട് ഞാൻ വയസ്സ് പറയും. എന്തായാലും ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. കഴിഞ്ഞ വർഷം വരെയും ഞാൻ എന്റെ വയസ്സ് ചോദിക്കുമ്പോഴേക്കും വലിയ കുഴപ്പമില്ലാതെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ വർഷം മുതൽ എന്റെ വയസ്സ് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയും വയസ്സായെന്ന്. പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് എന്താണ്, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇത്രയും വയസ്സായെന്നുള്ള കാര്യം. പക്ഷെ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്റെ വയസ്സ് പിടികിട്ടി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ, എങ്കിൽ ഞാൻ റിപ്ലൈ തരാം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. എന്നും ഞാൻ മിക്കപ്പോഴും പറ്റുന്നുള്ള ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പൊ ഇന്ന് ജന്മനാൾ ദിവസമല്ലേ, പോണം. ഞാൻ രാവിലെ എണീറ്റു കുളിച്ച് റെഡി ആയിട്ട് പോവേണ് കേട്ടോ. ഒത്തിരി രാവിലെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ എൻ്റെ ഉറക്കം അതിന് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ അമ്മ പൂ കെട്ടി വെച്ചതല്ല, പൂ ഈർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. ഞങ്ങൾ വീടിന്റെ തൊട്ട് താഴെയുള്ള മാടനട ക്ഷേത്രം, ശിവന്റെ ക്ഷേത്രമാണ്. അപ്പൊ അങ്ങോട്ടാണ് പോയത് കേട്ടോ. മോനോട് രാവിലെ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചു, നീ പറഞ്ഞോണ്ടാടാ നമുക്ക് അമ്പലത്തിൽ പോവാന്ന്, അമ്മയുടെ ജന്മനാളാണെന്ന്. പക്ഷെ ജന്മനാൾ എന്ന് പറഞ്ഞാൽ മോനോട്ടിന് മനസ്സിലാവില്ല, ബർത്ത്ഡേ എന്ന് തന്നെ പറയണം കേട്ടോ. അപ്പൊ അവൻ പറഞ്ഞു വരണില്ല. അന്ന് ഉറക്കത്തിൽ എണീറ്റ് കുളിപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലാണ്. അതുകൊണ്ടാണ് അവനെ കൊണ്ടുവരാതിരുന്നത് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. അപ്പൊ അർച്ചനയ്ക്ക് കൊടുത്തിരുന്നെങ്കിലും അർച്ചന സമയത്തിന് കിട്ടത്തില്ല, 7:30 മണി കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മോനോട്ടിനെ സ്കൂളിൽ അയക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അർച്ചന വായിക്കാൻ വേണ്ടി നിന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അവ ഇപ്പൊ ഉറങ്ങുകയാണ്. അടുക്കളയിലെ ജോലി അമ്മ തീർക്കും എന്നുണ്ടെങ്കിലും അവന്റെ കൂടെയും കൂടെ മൽപ്പിടുത്തത്തിന് ആവുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ ഇങ്ങ് പോന്നു. താങ്ക് യു മോനെ. അങ്ങനെ മോനോട്ട് എന്നോട് ചോദിച്ചിരുന്നു അമ്മയ്ക്ക് 2 ബർത്ത്ഡേ വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു മോനോട്ട് അത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ഇത് ജന്മനാളാണെന്ന്. മോനോട്ടിന് അത് പറഞ്ഞാലൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഡേറ്റ് ഓഫ് ബർത്തിനാണ് കൂടുതൽ ആൾക്കാർ വിഷ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം എന്താണ്, ഫേസ്ബുക്കിലൊക്കെ അതാണ് പറഞ്ഞത്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ അത് പോകും. പിന്നെ റിലേറ്റീവ്സ് ആയാലും അമ്മയായാലും ഏട്ടനായാലും വിഷ് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്തിനാണ് കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോകും, പിന്നെ എന്തെങ്കിലും മധുരം ഉണ്ടെങ്കിൽ കഴിക്കും, അങ്ങനെ ഉള്ളൂ. ജന്മനാളിന് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പൂച്ചയാണ് കേട്ടോ, കല്ലൂനെയാണ്. കല്ലു കഴിഞ്ഞ 2 മാസം മുമ്പ് എങ്ങാണ്ടോ ഒരു പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ കണ്ട കടിപിടി കൂടി ചെവിയുടെ അവിടെ നല്ല വൃണമായിട്ടാണ് വന്ന് നിന്നത്. അപ്പൊ ആ സമയത്ത് അമ്മ ഈ പറയും പോലെ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുമായിരുന്നു. അതിലാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ കുറവുണ്ട്. അത് അത്രയ്ക്ക് വലുതായിരുന്നു. എനിക്കത് അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് തന്നെ അങ്ങ് ഒരുമാതിരി ആവുമായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഞാനാണ് കേട്ടോ. മോനോടെ കരങ്ങിയ സമയത്ത് ഞാൻ അവനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെയാണ്. ഇതൊക്കെ കാണിച്ചാലേ ആശ നേരെ ആവത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കുഴപ്പം. രാവിലെ എണീപ്പിക്കുക, പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക, ഇത് 2 വലിയ ടാസ്ക്കാണ്. 3 വലിയ ടാസ്ക്കാണ്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പെരത്ത വെള്ളമൊക്കെ വീഴുമ്പോഴത്തേക്കും ആളൊന്ന് ഉഷാറാവും. അതുവരെ വലിയ ടാസ്ക്കാണ്. ഇന്നിപ്പം എൻ്റെ അടുത്ത് ഉടക്കി മോനൂട്ടൻ അമ്മയുടെ അടുത്താണ് ചെന്നത്. അങ്ങനെ അമ്മ പിടിച്ചു വെച്ച് പല്ല് തേപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ ആർക്കും എനിക്ക് തോന്നുന്നു വലുതായിട്ട് ആഹാരമൊന്നും വേണ്ട, എന്തെങ്കിലും കൊത്തിയും പറക്കി അങ്ങ് നടന്നോളൂ കേട്ടോ. അപ്പൊ മിക്കപ്പോഴും ഇപ്പൊ ആ ഫുഡ് വേസ്റ്റ് വരുന്നത് കൊണ്ട് ഇന്നിപ്പം നല്ല കുറച്ച് വെച്ചാണ് കറികളൊക്കെ ഉണ്ടാക്കിയത്. തോരനും പിന്നെ വിഴുക്ക്, അങ്ങനെ കിച്ചടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് വെച്ചാണ്, ബീട്രൂട്ട് കിച്ചടി ഉണ്ടല്ലോ അതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. കാരണം മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ട് കളയും. ഓരോരുത്തരും മോനോട്ടിന് മാത്രം മതി ആഹാരം. അതുകൊണ്ട് അങ്ങനെയാണ് ഇന്ന് ഫുഡ് റെഡിയാക്കിയത്. അങ്ങനെ ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മോനോട്ടിനെ റെഡിയാക്കി. റെഡിയാക്കുന്നത് തന്നെ ഒരു അരമണിക്കൂറത്തെ പാടാണ് കേട്ടോ. പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡും കൂടെ കൊടുക്കും. കാരണം 10 മണിക്ക് പിന്നെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തുള്ളൂ. 9:30 മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കത്തുള്ളൂ. അപ്പൊ അത്രയും നേരം വിശന്നിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കും കേട്ടോ. ഹെവി ആയിട്ടല്ല, ലൈറ്റായിട്ട്. അങ്ങനെ സ്കൂൾ ബസ്സൊക്കെ വന്നു, മോനോട്ടിനെ കയറ്റി വിട്ടു. 8:30 മണിയായപ്പോൾ നമ്മളവിടെ നിന്നെങ്കിലും 8:45 ബസ് വന്നപ്പോഴത്തേക്കും ബ്ലോക്ക് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അക്കരോട്ടൊന്ന് പോകണം. അക്കര വീട്ടിന് കുടുംബ വീട്ടിലോട്ടെ മാമൻ വന്നിരുന്നു. അപ്പം മാമൻ്റെ ചക്ക ഇവിടുന്ന് കിട്ടി. അപ്പോൾ ആ ചക്ക ഇത്തിരി അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. മാമന് കൈ വയ്യാത്തതുകൊണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകുന്നു.
കാപ്പിയൊക്കെ കുടിച്ചു. ജോലിക്ക് പോകണം, 10 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകണം. അതൊരു കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണൊക്കെ പടർന്നു. അമ്മ ഭയങ്കര പരാതിയായിരുന്നു രാവിലെ കാപ്പി കുടിക്കാൻ നേരത്ത് വിളിച്ചിരുന്നു. സാധാരണ അങ്ങനെ ഒരു പതിവില്ല കേട്ടാ. അമ്മ എന്ന് സെപ്പറേറ്റ് ടൈമാണ് കഴിക്കണത്, കാരണം എൻ്റെ വെപ്രാളം കാരണം. പക്ഷെ ഇന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പെട്ടെന്ന് ആഹാരം എടുത്ത് കഴിച്ചു. എനിക്ക് വിശന്ന് വയ്യായിരുന്നു. ഓക്കെ, അപ്പം അങ്ങോട്ടേക്ക് പോന്നു. കാക്ക രാവിലെ ആട്ടിയതാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. മാവ് രാവിലെ ആട്ടിയതാണ്. അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു നീർദോശയ്ക്കാണോ എന്തോ. സാധാരണ ഇവിടെ നീർദോശയ്ക്കാണെങ്കിൽ അപ്പോഴാട്ടും 15 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കും. ഇത് നീർദോശ അല്ലായിരുന്നു, അപ്പോഴാട്ടിയ മാവ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ. ഇൻസ്റ്റൻറ്റ് പാലപ്പൊടിയൊന്നും അല്ലല്ലോ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ആട്ടിയാലും മതിയല്ലേ. മടി പിടിച്ചതാണ് ഇന്നലെ ആട്ടാൻ. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു. സാധാരണ അപ്പത്തിനൊക്കെ തലേ ദിവസമല്ലേ എല്ലാവരും ആട്ടി വെക്കുന്നത്. അപ്പം അന്ന് അമ്മ രാവിലെയാണ് ആട്ടി വെച്ചത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയെ ഞാൻ കാപ്പി കുടിക്കാൻ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞു. സാധാരണ അങ്ങനെ ഒരു പതിവില്ല. അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ടായിരിക്കണം അമ്മ പറഞ്ഞു എനിക്ക് ഒരുമിച്ച് കഴിക്കാം എന്നുള്ള രീതിയിൽ. എന്നോട് പറഞ്ഞില്ല, മൈൻഡിൽ വിചാരിച്ചതായിരിക്കും. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ കഴിച്ചേനെ. എന്നോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ നേരെ കുടുംബ വീട്ടിലോട്ട് വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ആർക്കും അറിഞ്ഞൂടായിരുന്നു, വ്ളോഗാണെന്നും അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് തന്നെ അനിയത്തിക്ക് ഉറക്കച്ചടവിൽ നിന്ന് എണീറ്റ് നിൽക്കുകയായിരുന്നു കേട്ടോ. കുക്കിംഗ് പരിപാടിയിലായിരുന്നു. അങ്ങനെ അവിടെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഹെയർ പോലും കിട്ടിയിട്ടില്ലെന്ന്. അങ്ങനെ അതൊന്നും കേൾക്കാതെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആശംസകൾ മുത്തേ. താങ്ക് യു മുത്തേ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എല്ലാരും അവനവന്റെ ജന്മമാണ് പുറത്ത് പറയില്ലല്ലോ, ഭയങ്കര പാടാണ്. ഇവ യഥാർത്ഥത്തിൽ അവിടുത്തെ കണ്ണിൽ ഓമന കണ്ണിലുണ്ണി എന്നൊക്കെ പറയൂലേ, ആ ഒരാളാണ്. പക്ഷെ കുഞ്ഞിലേ കൊണ്ടുവന്നേണ്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ ഇപ്പൊ കണ്ണു നേരെ കണ്ടൂടെ. എന്നെ അല്ല ആരെ അടുപ്പിക്കത്തില്ല കേട്ടാ. ഭയങ്കര ദേഷ്യമാണ്. എന്ത് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പണ്ട് എടുത്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഓർമ്മയൊന്നും ഇപ്പൊ ഇവനില്ലെന്ന് തോന്നുന്നു. എന്നെ കാണുമ്പോൾ മുതൽ അങ്ങോട്ട് കുരയ്ക്കാൻ തുടങ്ങും. ഞാൻ ഇപ്പൊ ജോലി സ്ഥലത്താണ്. എനിക്ക് ആ സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ലേറ്റ് ആവും എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്ന്. പിന്നെ ഇന്നത്തെ ദിവസം ജന്മനാൾ ദിവസമാണ്. ഇത് വലിയൊരു വ്ളോഗൊന്നും അല്ല, ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നീടാണെങ്കിലും ഈ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടതിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് നമുക്ക് പിന്നീടാണെങ്കിലും ഈ വീഡിയോസ് കയറി കാണാൻ പറ്റും. അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും എത്ര വർഷം കഴിയില്ല, നമ്മൾ ഫോണൊക്കെ മെമ്മറിയൊക്കെ ഫുള്ളാകുമ്പോൾ നമ്മൾ ഓരോന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ ഇത് യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അത് പിന്നീട് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കയറി കാണാൻ പറ്റും. അപ്പം ഈ ഒരു ദിവസം ഇതിപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് കയറി നോക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഈ വർഷം, ഇനിയുള്ള വർഷം ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചത് അതാണ്. ഇനിയുള്ള വർഷം എൻ്റെ ജീവിതത്തിൽ കുറച്ചെല്ലാം സങ്കടങ്ങളെല്ലാം മാറ്റി സന്തോഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തരണേന്നാണ്. കാരണം ഞാൻ അത്രയ്ക്ക് സ്ട്രഗിൾസ് അനുഭവിച്ച ആളാണ് കേട്ടോ. കസ്റ്റമർ ആരെങ്കിലും വരുമെന്ന് അറിയത്തില്ല, കാരണം 2-3 അപ്പോയിൻമെൻറ്റുകളുണ്ട്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ആരെങ്കിലും കയറി വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച ഒരാളാണ്. അപ്പം എനിക്ക് തന്നെ അറിഞ്ഞൂടായിരുന്നു ഞാൻ ഇത്രയും പിടിച്ചു നിൽക്കുമെന്ന്. കാരണം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള, അതായത് ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ മതി എനിക്ക് സങ്കടമാവുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എത്രത്തോളം നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ശക്തി എനിക്ക് തരണം. 2 പറയുന്നത് കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആക്കി തരണം ലൈഫ്. പെട്ടെന്നൊരു ദിവസം എല്ലാം തരണം എന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കണ ആ ഒരു മണ്ടൻ ചിന്താഗതിയൊന്നും എനിക്കില്ല. എന്നിരുന്നാലും കുറച്ചൊക്കെ നമ്മളെ ലൈഫ് ബെറ്റർ ആക്കി തരണം. കാരണം ഈ 2-3 വർഷമൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. കൊച്ചുനാൾ മുതലേ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു ലെവലിലായിരുന്നു ഇപ്പം ഈ 2-3 വർഷം. അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ജന്മനാൾ ദിവസം
പണ്ടത്തെ കൊച്ചിലായിരുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ മുട്ടായി കൊടുക്കും, അവിടെ മുട്ടായി കൊടുക്കും, ഇവിടെ മുട്ടായി കൊടുക്കും, ട്യൂഷൻ ക്ലാസ്സിൽ കൊടുക്കും, അല്ലെങ്കിൽ എന്തിനാണ് വീട്ടിൽ സദ്യ, ബഹളം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഫാമിലിയായി ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പം കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. അതിനാണ് സത്യം പറയുക, എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ ആഘോഷിക്കുന്നതിനേക്കാളും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കൂടുതൽ കിട്ടണം. അതൊരു അമ്മയുടെ ഒരു മനസ്സിൻ്റെ ആ ഒരു ചിന്താഗതി ആയിരിക്കാം. അതുകൊണ്ട് എനിക്ക് ഇന്ന് അങ്ങനെ വലിയ സെലിബ്രേഷൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ ഞാനൊട്ടും ആഗ്രഹിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ പറയണത് പോലും എനിക്കിഷ്ടമുള്ള കാര്യമില്ല. എൻ്റെ മൈൻഡിലൊക്കെ എനിക്ക് അതറിയാമെങ്കിലും ഞാനത് പുറത്ത് പറയത്തുമില്ല ഇതൊക്കെ. പക്ഷെ എപ്പോഴും എല്ലാ വർഷവും അമ്മയാണ് ആലോചിച്ചിട്ട് എന്നോട് പറയണതാണെങ്കിലും അമ്മയാണ് കൂടുതലും സംസാരിക്കണത് ഇതിനെപ്പറ്റി. ഞാൻ എൻ്റെ ബർത്ത്ഡേ മാക്സിമം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. അതെല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ് ഇഷ്ടം. ബർത്ത്ഡേ ഇങ്ങനെ ആണ് എന്ന് പറയുന്നത് തീരെ താല്പര്യമില്ല. പിന്നെ ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്യണതുകൊണ്ടാണ് സത്യം പറയാൻ നിങ്ങളുടെ ഈ ബർത്ത്ഡേയുടെ കാര്യം വരെ അല്ലെങ്കിൽ ജന്മനാളിൻ്റെ കാര്യം വരെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. ഇനി അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടുകൾ എനിക്ക് വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു. സത്യത്തിൽ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്തതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കുറച്ച് വീഡിയോസ് കൂടെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തിടാം. ഇത് ഞാൻ അങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്ത് മലക്കറിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന്, കൈരളി വെജിറ്റബിൾസ് ആണ്, അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ സാധാരണ മലക്കറിയൊക്കെ വാങ്ങിക്കാറുണ്ട്. മലക്കറി അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സാധനമൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് വീടെത്തിയപ്പോഴത്തേക്കും ആണെങ്കിൽ അമ്മ ജന്മനാളായതുകൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പയർ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയിരുന്നത്. അപ്പം അതോടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സർപ്രൈസ് ആയിട്ട് അമ്മ ചെയ്ത പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ, സീ യു.